ഒരു VIP അവതരിക്കുന്നത്. ബാലേന്ദ്രകുമാറാണ് VIP എന്ന് വിശേഷിപ്പിച്ച് ഒരു പുതിയ പ്രതിയെ കൊണ്ടുവരാൻ സാഹചര്യം ഒരുക്കിയത്. അത് VIP എന്ന് ഒരുപാട് നാൾ അന്തരീക്ഷത്തിൽ നിന്ന് ആരാണെന്ന് ഒരുപാട് സ്പെക്കുലേഷൻസ്, ദിലീപിൻ്റെ സുഹൃത്തുക്കളായ ചില സിനിമാ താരങ്ങൾ, രാഷ്ട്രീയക്കാരൊക്കെ സംശയത്തിൻ്റെ മുന്നിൽ വന്നു. അങ്ങനെ കുറേ നാൾ കൊണ്ടുപോയി. പക്ഷേ പറ്റിയൊരു VIP കിട്ടിയില്ല. അവസാനം ദിലീപിന് തന്നെ ആദ്യകാലത്ത് തന്നെ ദിലീപിൻ്റെ സുഹൃത്തായിരുന്ന ശരത് എന്ന് പറഞ്ഞ ഒരാളെയാണ് ഈ VIP ആയി കാണിച്ച് A15 15ാം പ്രതിയായിട്ട് ചേർക്കുന്നത്. അയാളാണ് ഇപ്പോൾ ദിലീപിനോട് വെറുതെ വിട്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ ദിലീപിന് വീട്ടിലേക്ക് ഒരു ദിവസം ഈ ടാബ്ലറ്റ് ആയിട്ട് വരികയാണ്. ആ ടാബിനകത്തുള്ളത് ഈ ദൃശ്യങ്ങളായിരുന്നു. ആ ദൃശ്യങ്ങൾ ദിലീപിന് എൻ്റെ കൈ കൊടുത്തു, എന്നിട്ട് അയാൾ തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതി പോകുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അത് അന്വേഷണ സംഘത്തിന് വന്ന് അവർ കോടതിന് മുമ്പിൽ, മജിസ്ട്രേറ്റിന് മുമ്പിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ ഇയാളെ കൊണ്ടുപോയപ്പോൾ ഇയാൾ പറഞ്ഞ്, ബാലേന്ദ്രകുമാർ പറയുന്നത്, ആ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ ഇത് കാവ്യ മാധവനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡീഷൻ കൂടെ വന്നിരിക്കുന്നു എന്നാണ് കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നത്. ചെറിയ നിസ്സാര കാര്യമല്ല. കാവ്യ മാധവനോട് പ്രതി ചേർക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്തുകൊണ്ടോ കാവ്യയെ ഒഴിവാക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞ് പക്ഷേ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്യയിൽ വരെ പോയിരുന്നു എന്ന് പറഞ്ഞ ഒരു സാക്ഷിയുടെ മൊഴി മാത്രമായിരുന്നെങ്കിൽ ഇവിടെയും ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി മാത്രമേ ഉള്ളൂ. ഇത് കൈവെള്ളയിൽ രേഖ കാണിച്ചിട്ട് തെളിവാന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെ തന്നെ പറയണം. ഇതുകൊണ്ട് ഞാനൊരു സിനിമയുടെ ഒരു തമാശയ്ക്ക് കൂട്ടിയതാണ്. അത്ര ഗുരുതരമായ നീചമായ ശ്രമങ്ങളാണ് ഈ പോലീസ് നടത്തിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളിത് പറയുന്നത് ഒരു കാര്യം നമ്മൾ ഒന്നുകൂടെ ആവർത്തിച്ചുറപ്പിക്കേണ്ടതുണ്ട്. കോടതിയിലെ വിധിന്യായം ചൂണ്ടിക്കാട്ടിയാണ് നമ്മളിത് പറഞ്ഞത്. എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്നല്ല. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നവർ ബഹുഭൂരിപക്ഷം പേരും, ജേർണലിസ്റ്റുകളടക്കം പൊതുസമൂഹം ഇതിന് ആക്സസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉത്തരവാദപ്പെട്ട ആരും ഇത് വായിക്കാതെയാണ് ഇത് നടത്തുന്നുള്ള ഇവരോടൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. നമ്മളോടൊക്കെ ഇതിനെക്കുറിച്ച് വിളിച്ച് ചോദിച്ച് അങ്ങനെയായിരുന്നോ ഇന്നൊക്കെ ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട്. അയ്യോ, നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്നല്ല ഇന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ തന്നെ ഈ പോലീസുകാർ പറഞ്ഞു തരുന്നത് ഈ വിധിന്യായം പോലും വായിക്കാതെ ഇപ്പോഴും വിധി വന്ന ശേഷം ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വാസ്തവം ഇതാണ്. ഇത് കോടതി പലതരത്തിൽ അതിനെ വിശകലനം ചെയ്യുന്നുണ്ട്. അതായത് ഈ ദൃശ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ശരത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ വേണ്ടി അന്വേഷണ സംഘം ബൈജു പൗലോസ് സെർച്ച് വാറന്റ് വാങ്ങുന്നുണ്ട്. പക്ഷേ ഹി റിട്ടേൺ ദ വാറന്റ് എന്ന് കോടതി പറയുന്നുണ്ട്, തിരിച്ചു കൊടുത്തു. ദിസ് ഫാക്ട് അസ്യൂംസ് റെലവൻസ്. അത് വളരെ പ്രധാനമാണെന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കാരണം ഇതുപോലത്തെ ഗുരുതരമായ ഒരു സംഗതി ഉണ്ടായിട്ട് അത് പരിശോധിക്കാൻ വേണമെന്ന് പറഞ്ഞ് വാറന്റ് വാങ്ങിയിട്ട് പിന്നീട് അത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവിടുന്ന് അങ്ങനെയൊന്നും കിട്ടാനില്ല എന്ന് അവർക്ക് അന്ന് തന്നെ ബോധ്യമുണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അത് കോടതി അത് സൂചിപ്പിക്കുന്നുണ്ട്.